മോദിജി നോട്ട് നിരോധനം നടപ്പിലാക്കിയ ശേഷം ഫേക്ക് കറൻസി, കൗണ്ടർഫിറ്റ് കറൻസി അഥവാ ഭാരതീയ റിസർവ് ബാങ്ക് പ്രിൻ്റ് ചെയ്യാത്ത കറൻസി 270 കോടി രൂപയുടെ മൂല്യമുള്ള കറൻസിയാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു ചെറിയ കണക്കല്ല കേട്ടോ. അത് ഭാരതത്തിൽ സർക്കുലേഷനിൽ പിടിക്കപ്പെട്ട ഫേക്ക് കറൻസി ഇവിടെ കണക്കാണ്. ഒരു അമേരിക്കൻ ഡോളർ ലോകത്തിൽ എവിടെയെങ്കിലും ഫേക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ആരെങ്കിലും കയ്യിൽ ഒരു ഫേക്ക് അമേരിക്കൻ ഡോളർ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അതുപോലെയാണ് അമേരിക്കൻ കറൻസി പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഭാരതത്തിൻ്റെ കറൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കോണമിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്ന് കറൻസിയുടെ വില കുറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആകുലപ്പെടുമ്പം തന്നെ ചിന്തിക്കണം, ഈ ഫേക്ക് കറൻസി പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കറൻസിയുടെ മൂല്യം എത്ര അധികമായിട്ടാണ് കുറയ്ക്കുന്നത്. ഈ ഫേക്ക് കറൻസി ഇത്രയും അധികം പിടിക്കപ്പെട്ട് കഴിഞ്ഞു. അതെവിടെയാണ് പ്രിൻ്റ് ചെയ്യപ്പെട്ടത്? എന്താ ആരും ചോദിക്കാത്തത്? ഒരു പത്രത്തിലും വരുന്നില്ലല്ലോ. ഫേക്ക് കറൻസി, ഭാരതത്തിൻ്റെ ഫേക്ക് കറൻസി, സിംഗപ്പൂരിൻ്റെ ഫേക്ക് കറൻസി എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? ദുബായിയുടെ ഫേക്ക് കറൻസി എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? ഭാരതത്തിൻ്റെ ഫേക്ക് കറൻസി എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ കറൻസി നോട്ടിൻ്റെ കൗണ്ടർഫീറ്റ് ആയിട്ടുള്ള നോട്ട് ഉണ്ടാക്കി അതിൻ്റെ മൂല്യം എന്ന് വെച്ചാൽ അത്രയും കറൻസി അച്ചടിച്ചു, അത് പിടിക്കപ്പെട്ടും കഴിഞ്ഞു. 270 കോടി രൂപയുടെ മൂല്യമാണ് അതിന്. 1-2 കോടിയല്ല, 1-2 ലക്ഷമല്ല, 1000-2000 അല്ല. നമ്മൾ സംസാരിക്കുന്നത് 200 കോടിക്ക് മുകളിൽ ഫേക്ക് കറൻസി തന്നെ പിടിക്കപ്പെട്ടു. ആ കറൻസി എത്ര ആളുകൾ ഉപയോഗിച്ച് കാണും? അത് ഓരോ വ്യക്തികളും ഉപയോഗിക്കുന്ന അനുസരിച്ച് നമ്മൾ ആ കറൻസിക്ക് അതിൻ്റെ മുഴുവൻ മൂല്യമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 10 പേര് ഉപയോഗിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 270 കോടി എന്ന് പറയുന്നത് എത്രയായി? 270 × 10 കോടിയായി, 2700 കോടിയായി. ഇനി അത് ഒരു 100 പേര് ഉപയോഗിച്ച ശേഷമാണ് ഈ കറൻസി പിടിക്കപ്പെട്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൂല്യം എത്രയായി? അത്രയ്ക്കും ബ്ലാക്ക് മണി നമ്മുടെ സിസ്റ്റത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു. അത് പിടിക്കപ്പെട്ടു. നമ്മളിപ്പോഴും പറയുന്നത് നോട്ട് നിരോധനം തെറ്റായിരുന്നു എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ 270 കോടി രൂപ മൂല്യം വരുന്ന ആ കറൻസി, പിടിക്കപ്പെട്ട കറൻസിയുടെ കാര്യം മാത്രമേ ഞാൻ പറയുന്നത്. അത് 10 ആളുകളിൽ കൂടെ അല്ല 100 ആളുകളിൽ കൂടെ വ്യാപാരങ്ങളിൽ അത് ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ് പിടിക്കപ്പെട്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൂല്യം എത്രയായി? അത്രയ്ക്കും ഭാരതത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാവുകയാണ്. നിങ്ങൾക്കും എനിക്കും, നമുക്ക് ഓരോരുത്തർക്കും ഈ കറൻസി ഓരോ പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്യുന്തോറും അത്രയ്ക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ഇത് സർക്കുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ 270 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം ഒരു കാരണവുമില്ലാതെ ഭാരതത്തിന് ഉണ്ടാവുകയാണ്. അപ്പോൾ എത്ര കോടി രൂപയുടെ നഷ്ടം നമുക്ക് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് 2016 ശേഷം പിടിക്കപ്പെട്ട കറൻസിയുടെ കാര്യമാണ് പറയുന്നത്. അതിന് മുമ്പ് എത്ര ഫേക്ക് കറൻസി ഇവിടെ വന്നു, എത്ര ഫേക്ക് കറൻസി ഇതിലെ ചലിച്ചു, അത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു, ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ നരേന്ദ്രമോദിജി നോട്ട് നിരോധനം കൊണ്ടുവന്നതിന് ശേഷം, അതിന് ശേഷമാണല്ലോ നമുക്കിത് പിടിക്കാൻ പറ്റുള്ളൂ. പിടിക്കപ്പെട്ട കറൻസിയുടെ മൂല്യമാണ്, ഇന്ന് വരെ പിടിക്കപ്പെട്ട കറൻസിയുടെ മൂല്യമാണ് 270 കോടി എന്ന് പറയുന്നത്. ഫേക്ക് കറൻസി, കൗണ്ടർഫീറ്റ് കറൻസി, ഭാരതത്തിൻ്റെ റിസർവ് ബാങ്ക് പ്രിൻ്റ് ചെയ്യാത്ത കറൻസി. ഈ കറൻസി നോട്ട് എവിടെ പ്രിൻ്റ് ചെയ്യപ്പെട്ടു?
ഭാരതത്തിലാണിത് സർക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ഭാരതത്തിലല്ലേ രൂപയ്ക്ക് മൂല്യമുള്ളൂ. ദുബായിലോ അമേരിക്കയിലോ എന്തായാലും ഇത് സർക്കുലേറ്റ് ചെയ്യില്ല. വേറെ ഒരു രാജ്യത്തിലും ഇതിന് മൂല്യമില്ല. ഇത് ഭാരതത്തിലാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭാരതത്തിലേക്ക് ഇത് വന്നു, അല്ലെങ്കിൽ ഭാരതത്തിൽ ഇത് പ്രിൻ്റ് ചെയ്യപ്പെട്ടു. ഭാരതത്തിൽ ഇത് പ്രിൻ്റ് ചെയ്യപ്പെട്ടെങ്കിൽ എവിടെ പ്രിൻ്റ് ചെയ്യപ്പെട്ടു? എന്തായാലും നമ്മുടെ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും നമ്മുടെ പോലീസും നമ്മുടെ ഇൻ്റലിജൻസും ഭാരതത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു കൗണ്ടർഫീറ്റ് കറൻസി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാതിരിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ പ്രിൻ്റ് ചെയ്യപ്പെട്ടു? ഞാൻ റീസെൻ്റായിട്ട് ധുരന്തർ എന്ന് പറഞ്ഞൊരു മൂവി കണ്ടു. അതിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഗവൺമെൻറ് ഒരു വ്യക്തിയെ ഏജൻ്റായിട്ട് സോൾജർ ആകാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്ന, എന്നാൽ തൻ്റെ വ്യക്തിപരമായ സാഹചര്യങ്ങൾ മൂലം ഒരു ക്രിമിനലായിപ്പോയ ഒരു വ്യക്തിയെ അവനൊരു സാധ്യത, അവനൊരു ചാൻസ് എന്നുള്ള നിലയ്ക്കും ഭാരതത്തിൻ്റെ ഒരു സോൾജറായി പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയും ഒരു ഏജൻ്റായിട്ട് അവനെ പാകിസ്ഥാനിലേക്ക് വിടുക. പാകിസ്ഥാൻ്റെ അണ്ടർവേൾഡിൻ്റെ ഡോണായി കുറേ വർഷങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ. അതിൻ്റെ ഇടയ്ക്ക് ഭാരതത്തിൽ വരാനിരിക്കുന്ന ടെററിസ്റ്റ് അറ്റാക്കിനെ കുറിച്ചുള്ള ന്യൂസും ഭാരതത്തിനെതിരെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറൻസികളുടെയും ഫേക്ക് കറൻസികളുടെ ന്യൂസും ഒക്കെ ആ മനുഷ്യൻ ഭാരത സർക്കാരിന് എത്തിച്ചുകൊണ്ടിരുന്നു. അപ്പം അതിൽ സന്യാൽ എന്ന് പറഞ്ഞൊരു പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അത് അജിത് ദോവാലിനെ കുറിച്ചാണ് എന്നാണ് ഞങ്ങൾക്ക് അത് ഇൻ്റർനെറ്റിലൊക്കെ അത് അതിനെക്കുറിച്ച് പറയുന്നത്. ആ മനുഷ്യൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു ഇങ്ങനെയുള്ളവരെ ഏജൻ്റായിട്ട് അയക്കുകയും അവരിൽ കൂടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ശേഖരിച്ചിട്ട് ഭാരത സർക്കാരിനെ അറിയിച്ചിട്ട് എന്തൊക്കെയാണ് ഭാരതത്തിന് വരാൻ പോകുന്ന ആ ആപത്തുകൾ അത് ഒഴിവാക്കുക, ആൻറ്റി ടെറർ സ്ക്വാഡ്, അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഫേക്ക് കറൻസിയെക്കുറിച്ച് ആ മൂവിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഫേക്ക് കറൻസി പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിട്ട് നേപ്പാൾ വഴി ഭാരതത്തിലേക്ക്, യു പിയിലേക്ക്, ഭാരതത്തിലെ ഒരു MLA, ഈ അടുത്ത് മരിച്ചുപോയ ഒരു MLA, യു പിയുടെ ഒരു MLA, ആത്തിഫ് എന്ന് പറഞ്ഞ ഒരു MLA, അയാൾ 150-ൽ പരം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അയാൾ എങ്ങനെയാണ് MLA ആയതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ MLA സമാജ്വാദി പാർട്ടിയുടെ MLA, ആ MLA കൂടെയാണ് ആ പൈസ, ആ രൂപ ഭാരതത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെയുള്ള അനേകം പേര് വേറെ കാണും. പക്ഷെ ആ മൂവിക്കകത്ത് അങ്ങനെ ഒരാൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഫേക്ക് കറൻസി ഭാരതത്തിൻ്റെ പുറത്ത് ആർക്കാണ് ഭാരതത്തിൻ്റെ എക്കണോമിയെ തകർക്കാൻ താല്പര്യമുള്ളത്? ചൈന, പാകിസ്ഥാൻ, അല്ല അവർക്കൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. ബംഗ്ലാദേശ്, നമ്മളെ നെയ്ബറിങ് കൺട്രീസ്. ആ സമയത്ത് ബംഗ്ലാദേശിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഏറ്റവും കൂടുതൽ നമ്മളോട് ശത്രുത്വം പുലർത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അവരായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഈ മൂവിയിൽ പറയുന്നത് പാകിസ്ഥാനിലാണ് ഈ ഫേക്ക് കറൻസി അച്ചടിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അവിടെ ഇങ്ങനെ അച്ചടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വിവരം ഇൻ്റലിജൻസ് ഏജൻസിക്ക് ലഭിക്കുകയും അവരത് കൺഫേം ചെയ്ത ശേഷമാണ് അവർ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇത് അറിയിക്കുന്നത്. അങ്ങനെയാണ് പ്രധാനമന്ത്രി ആ ഒരു തീരുമാനം എടുക്കുന്നത്. അല്ലാതെ ഒരു ദിവസം രാത്രി ഇങ്ങനെ പെട്ടെന്നൊരു വിഷൻ കണ്ടൊരു ദർശനം കണ്ട് നരേന്ദ്രമോദി എഴുന്നേറ്റിട്ട് ഇന്ന് രാത്രി മുതൽ 500 രൂപയും 1000 രൂപയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെയാകും, അതിന് ഒരു വിലയുണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. നമ്മളിൽ പലരും പല പ്രാവശ്യം മോദിജിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ, ഞാൻ അടക്കമുള്ളവർ തെറ്റിദ്ധരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നോട്ട് നിരോധനം. കാരണം നോട്ട് നിരോധനം കൊണ്ട് എന്ത് ലാഭമുണ്ടായി എന്ന് നമ്മൾ ചോദിക്കുന്നു. 99
99.3%, ഓൾമോസ്റ്റ് 100% നോട്ടുകളൊക്കെ ഭാരതത്തിൻ്റെ കറൻസി നോട്ടൊക്കെ തിരിച്ചെത്തി. ഭാരതത്തിൻ്റെ കറൻസി നോട്ട് തിരിച്ചെത്തി റിസർവ് ബാങ്കിലേക്ക്. പക്ഷേ ഈ ഫേക്ക് കറൻസി നോട്ടിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, 270 കോടി രൂപയുടെ ഫേക്ക് കറൻസി ഇതുവരെ പിടിക്കപ്പെട്ടു. അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യം അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 270 കോടി രൂപ ഭാരതത്തിൻ്റെ ഇക്കോണമിക്ക് നഷ്ടം വരികയാണ്. നമ്മുടെ രൂപയുടെ മൂല്യം അതുപോലെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഫേക്ക് കറൻസിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആ തീരുമാനം ആ ഒരു ഘട്ടത്തിൽ ഭാരത സർക്കാർ എടുത്തത്. അതൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ്, അല്ലാതെ സ്വന്തമായിട്ട് പ്രധാനമന്ത്രി എടുത്ത ഒരു തീരുമാനമല്ല. തീരുമാനം എടുക്കേണ്ടത് പ്രധാനമന്ത്രിയാണ്. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം, ആ തീരുമാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളും പ്രധാനമന്ത്രിക്ക് തന്നെയാണ് ഉണ്ടായത്. പ്രധാനമന്ത്രിക്കെതിരെ പല കാര്യങ്ങളും പല ആളുകളും ആ സമയത്ത്, ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് അനുദപിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലായിരുന്നു. കാരണം അതൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ഒരു കാര്യമാണ്. ഈ ഫേക്ക് കറൻസി ഭാരതത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഡേഞ്ചറാണത്, നമ്മൾ കാണാത്തൊരു ഡേഞ്ചറാണത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, അമേരിക്കൻ ഡോളർ ലോകത്തിൽ മുഴുവൻ ഫേക്ക് കറൻസി ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡോളറിൻ്റെ മൂല്യം എന്തായിരിക്കും? പിന്നെ ഡോളറിന് ഒരു മൂല്യം ഉണ്ടാവില്ല. അമേരിക്കക്കാർ എവിടെയും ലോകത്തിൽ ഒരൊറ്റ രൂപ പോലും അമേരിക്കൻ കറൻസി, ഫേക്ക് കറൻസി ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇത്രയും ഫേക്ക് കറൻസി ഭാരതത്തിൻ്റെ, അത് ഭാരതത്തിൽ തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഭാരതത്തിലെ ബാങ്കുകളിൽ കൂടെ തന്നെയാണ് പിടിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതൊക്കെ കുറേ കൊല്ലങ്ങൾ കൊണ്ട് അനാസ്ഥ കാണിച്ച പല പൊളിറ്റീഷ്യന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇനിയും അവരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇനി ഈ 99.3% ഒറിജിനൽ കറൻസിയൊക്കെ റിസർവ് ബാങ്കിലേക്ക് എത്തിയല്ലോ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒറിജിനൽ കറൻസിയിൽ ബാക്ക് മണി ഒന്നും നടക്കുന്നില്ല എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതിൽ 0.7% എന്ന് പറയുന്നത് എത്ര രൂപയാണെന്നറിയോ? 10,270 കോടി രൂപ. 270 കോടിയല്ല, 200 കോടിയല്ല, 10,270 കോടി രൂപ. 10,270 കോടി രൂപയുടെ കറൻസി തിരിച്ചു ചെന്നില്ല. ഇത് 500-ൻ്റെ 1000-ൻ്റെ നോട്ടാണ്. 10 രൂപയുടെ 20 രൂപയുടെ നോട്ടോ അല്ലെങ്കിൽ 100 രൂപയുടെ നോട്ടോ അവിടെയൊക്കെ ചുളിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും മദ്യപാനി എടുത്തിട്ട് കളഞ്ഞ് എന്ന് പറയുന്ന നോട്ടൊന്നുമില്ല. ആരും 500-ൻ്റെ 1000-ൻ്റെ നോട്ട് ചുളിവിൽ കളയാനൊന്നും പോകുന്നില്ല. അതിൻ്റെ സ്രോതസ്സ് കാണിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ നോട്ടുകൾ, എത്രയോ അവസരങ്ങൾ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടുകൾ നിങ്ങൾക്ക് മാറാമെന്ന് പറഞ്ഞിട്ട്. കുറച്ച് പേർക്ക് മാറാൻ പറ്റിയിട്ടുണ്ടാവില്ല. എൻ്റെ കയ്യിലും ഉണ്ട് കുറച്ച് നോട്ട്. അത് പിന്നെ ഞാൻ എൻ്റെ കളക്ഷൻ്റെ ഭാഗമാക്കി. ഒരുപാട് നോട്ടൊന്നുമില്ല, വിരലിൽ എണ്ണാവുന്ന നോട്ടുകൾ, അത്രയൊക്കെ ആൾക്കാരുടെ കയ്യിലുണ്ടാവുള്ളൂ. അതിൻ്റെ മൂല്യം വളരെ ചെറുതായിരിക്കും. പക്ഷേ ഇത് 10,270 കോടി രൂപ മൂല്യം വരുന്ന നോട്ടുകൾ തിരിച്ചെത്തിയിട്ടില്ല. ആ നോട്ടുകൾ ഇവിടെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും, പിന്നെയും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെവിടെ പോയി? അത് കുറേ കൊല്ലം സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മുഴുവൻ ബ്ലാക്ക് മണിയാണ്. ആ ബ്ലാക്ക് മണി ഓരോ പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്യുന്തോറും 10,270 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാവുകയാണ്. ആ 10,270 എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും അത് എക്സാജറേറ്റഡ് ഫിഗറാണ്. ഒരുപാട് പാവപ്പെട്ടവരുടെ കയ്യിലൊക്കെ ആയിട്ട് ഒരു 5,000 കോടി കൂട്ടിക്കോ, അല്ലെങ്കിൽ ഒരു 9,000 കോടി കൂട്ടിക്കോ. അതൊക്കെ നമ്മളെ നാട്ടുകാരുടെ ഇടയിൽ കുടുങ്ങിപ്പോയ പൈസയാണെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നും കുടുങ്ങിപ്പോകാൻ പോകുന്നില്ല. 270 കോടി രൂപേനെ മുകളിലൊന്നും നാട്ടുകാരുടെ ഇടയിൽ അവരുടെ പുസ്തകത്തിൻ്റെ ഇടയ്ക്കൊന്നും വെച്ചിട്ട് ആരും മറന്നു പോകാൻ പോകുന്നില്ല. അപ്പോൾ അത്രയും കോടി രൂപ കുടുങ്ങിപ്പോയെന്ന് വിചാരിച്ചോ? എന്നാലും എത്ര കോടി ബാക്കിയുണ്ടാവും? ആ കോടി മുഴുവൻ എന്താണ്? ബ്ലാക്ക് മണിയാണ്. സ്രോതസ്സ് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ബാങ്കിൽ കൊണ്ടുപോയി ആരോ അടയ്ക്കാതിരുന്നതാണ്. അയാൾക്കും അയാളുടെ ആൾക്കാർക്കും വലിയൊരു നഷ്ടമുണ്ടായി. അതുകൊണ്ടായിരിക്കും അവരുടെ പല ഇലക്ഷനുകൾ ഒരു തോറ്റുപോയത്. പക്ഷേ ആ ബ്ലാക്ക് മണി എന്ന് പറയുന്ന മണി വീണ്ടും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ, ഈ നോട്ട് നിരോധനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ, ഓരോ പ്രാവശ്യം
എത്ര രൂപയുടെ ബ്ലാക്ക് മണിയാണോ സർക്കുലേറ്റ് ചെയ്യുന്നത് അത്രയും ഭാരതത്തിൻ്റെ എക്കോണമിക്ക് നഷ്ടമാണ്. അപ്പോൾ ഒരു 1000 കോടിയാണെന്ന് കൂട്ടിക്കോ. 10,270 കോടിയിൽ നിന്ന് ഞാൻ വെറും അതിൻ്റെ ദശാംശം മാത്രം എടുക്കുന്നുള്ളൂ. 1000 കോടി രൂപ മാത്രമാണ് ആ ഒറിജിനൽ കറൻസിയുടെ മൂല്യം എന്ന് വിചാരിക്കുക. ഒറിജിനൽ കറൻസിയാണത്. പക്ഷേ അത് ടാക്സ് ചെയ്യപ്പെട്ട കറൻസി അല്ല, അത് ബ്ലാക്ക് മണിയാണ്. ആ 10,000-ൽ ആകെ ഞാൻ 1000 കൂട്ടിയിട്ടുള്ളൂ. 9,000 ഞാൻ കൂട്ടുന്നില്ല. അതെവിടേക്കോ കുടുങ്ങിപ്പോയ കറൻസിയാണ് എന്ന് വിചാരിക്കുക. 9,270 കോടി രൂപ എവിടെയൊക്കെയോ കുടുങ്ങിപ്പോയ പൈസയായിട്ട് കരുതിയാലും 1000 കോടി രൂപ എന്ന് പറയുന്ന ബ്ലാക്ക് മണി പ്രധാനമന്ത്രി മോദിജി ഈ നോട്ട് നിരോധനം കൊണ്ടുവരുന്നതിന് മുൻപ് ഒരു 20 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം ഈ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് എന്നാണോ അച്ചടിക്കാൻ ഭാരതം തുടങ്ങിയത് ആ സമയത്തിൻ്റെ തുടക്കം മുതൽ നോക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ നടുക്ക് മുതൽ നോക്കിയാൽ ഒരു 15-20 വർഷം ഇത് ഓരോ കൈയിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞ് എത്ര കൈ മറിഞ്ഞ് കാണും? കോടിക്കണക്കിന് കൈ മറിഞ്ഞ് കാണും. അങ്ങനെയാണെങ്കിൽ ആ 10,000-ൽ ഞാൻ വെറും 1000 കോടി എടുത്തത്, ആ 1000 കോടി രൂപയുടെ ബ്ലാക്ക് മണി കറൻസി ഒറിജിനൽ കറൻസിയാണ്, പക്ഷേ അത് ടാക്സ് ചെയ്യപ്പെട്ട കറൻസിയല്ല. ആ ബ്ലാക്ക് മണി കറൻസി ഓരോ പ്രാവശ്യം കറങ്ങും തോറും ഭാരതത്തിൻ്റെ ഇക്കോണമിക്ക് അത്രയ്ക്കും തന്നെ 1000 കോടി തന്നെ നഷ്ടം ഉണ്ടാവുകയാണ്. അങ്ങനെ നോക്കിയാൽ അത് ഒരു കോടി പ്രാവശ്യം മറിഞ്ഞു കാണുമെന്നാണ് എൻ്റെ ധാരണ. ഞാൻ 1 കോടി പറയുന്നില്ല, 1000 പ്രാവശ്യം അത് മറിഞ്ഞു കാണും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ 1000 × 1000 അത്രയ്ക്കും കോടി രൂപ ഭാരതത്തിൻ്റെ എക്കോണമിക്ക് നഷ്ടമാണ്. വെറുതെ ഒരൊറ്റ രൂപ പോലും ടാക്സ് പോലും കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് നമ്മൾ. വെറുതെ ഒരൊറ്റ രൂപ താഴെ കിടക്കുകയാണെങ്കിൽ അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ ഒരു ഭിക്ഷക്കാരന് അല്ലെങ്കിൽ നമ്മുടെ കളക്ഷനകത്ത് അല്ലെങ്കിൽ ഒരു ദേവിക്ക് അല്ലെങ്കിൽ ബാങ്കിൽ അല്ലെങ്കിൽ പോലീസുകാർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. അത്രയ്ക്കും 1 രൂപയ്ക്ക് പോലും നമ്മൾ അത്രയും മൂല്യം കൊടുക്കുന്ന ആളുകളായിരിക്കുമ്പോൾ ഒരു ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അതിൽ 5 രൂപ കൊടുത്തു, 15 രൂപയാണ് ടിക്കറ്റ്, 15 കൊടുത്തു അല്ലെങ്കിൽ 20 കൊടുത്തു, അതിൽ 5 രൂപ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ആ 5 രൂപ ചോദിച്ച് മേടിക്കുന്ന, 13 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ 2 രൂപ ചോദിച്ച് മേടിക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മൾ ഈ ഇത്രയും വലിയ കണക്ക് നിസ്സാരമായി കണ്ടിട്ട് ആ നഷ്ടം നമ്മൾ ഓരോരുത്തരും വെറുതെ അങ്ങ് സഹിക്കുകയാണ്. ആദ്യം പറഞ്ഞ കണക്ക് ഫേക്ക് കറൻസി നോട്ടിൻ്റെ ആയിരുന്നു. ഫേക്ക് കറൻസി നോട്ട് പാകിസ്ഥാനിലാണ് എന്നാണ് പറയപ്പെടുന്നത് അച്ചടിക്കപ്പെട്ടത്. ഭാരതത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും പിടിച്ചേ പറ്റും അവരെ. ഫേക്ക് കറൻസി നോട്ട് പാകിസ്ഥാനിൽ അച്ചടിക്കപ്പെട്ട ഫേക്ക് കറൻസി നോട്ട് 200 കോടിയിലധികം രൂപ വില വരുന്ന ഫേക്ക് കറൻസി നോട്ട് എത്രയോ തവണ നമ്മുടെ എക്കണോമി കൂടെ കറങ്ങിയിട്ടുണ്ട്. അത്ര ഓരോ പ്രാവശ്യം കറങ്ങുമ്പോൾ 200 കോടിയുടെ നഷ്ടം നമ്മുടെ എക്കണോമിക്ക് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഉണ്ടാവും ആ നോട്ടുകൾ. അതിപ്പോൾ 2016 മുതൽ 26 വരെ കളക്ട് ചെയ്യപ്പെട്ട നോട്ടിൻ്റെ കണക്കാണ് പറഞ്ഞത്. ഇനി എത്ര നോട്ടുകൾ വരും എന്നുള്ളത് ഗവൺമെൻറ്റിനും അറിഞ്ഞൂടാ, നിങ്ങൾക്കും അറിഞ്ഞൂടാ, എനിക്കും അറിഞ്ഞൂടാ. വെറുതെ ആണോ നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്നത്? നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ഇൻ്റലിജൻസ് ഓഫീസേഴ്സും അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഫേക്ക് കറൻസി നോട്ട് ഭാരതത്തിൽ കറങ്ങുന്നുണ്ട്, അതിൻ്റെ സ്രോതസ് എന്താണ് എന്നത് തിരിച്ചറിയാൻ ശ്രമിച്ചിട്ട് ആ നോട്ട് നിരോധനം പ്രധാനപ്പെട്ട 100 രൂപയുടെ നോട്ടൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയ പോലുമില്ല. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് അന്ന് നിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എത്ര കോടിയുടെ നഷ്ടങ്ങൾ ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കും നമ്മൾ അറിയ പോലുമില്ല. നമ്മൾ പറയും നമ്മുടെ രാഷ്ട്രത്തിൽ നഷ്ടത്തിനൊരു സാധ്യതയില്ല, എല്ലാ ബിസിനസ്സും ലാഭത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ നഷ്ടം രാഷ്ട്രത്തിന് മൊത്തത്തിൽ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നമ്മുടെ രൂപ അതിൻ്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഉണ്ടാകുന്ന നഷ്ടം നമ്മൾ കാണുന്നതേ ഇല്ല. നമ്മുടെ പുറകിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഫേക്ക് കറൻസി മൂലമുള്ള നഷ്ടം. ഇനി ഒറിജിനൽ കറൻസി മൂലമുള്ള നഷ്ടമുണ്ട്. ആ ഒറിജിനൽ കറൻസി മൂലമുള്ള നഷ്ടമാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്. ആ ഒറിജിനൽ കറൻസി ടാക്സ് അതിൻ്റെ അടച്ചിട്ടില്ല. ആ ടാക്സ് അടയ്ക്കപ്പെടാത്ത ഒറിജിനൽ കറൻസി ഇവിടെ സർക്കുലേറ്റ് ചെയ്യും തോറും അതിൻ്റെ നഷ്ടം നമ്മുടെ മൊത്തത്തിലുള്ള എക്കണോമിക്ക് അല്ലെങ്കിലും ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും അതിൻ്റെ ടാക്സ് കിട്ടിയിട്ടില്ലല്ലോ.
അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം അത് കൈമറിയും തോറും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള ഫേക്ക് കറൻസി ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ ഒരുക്കുകയും അതിന് കാവൽക്കാരായിരിക്കുകയും അങ്ങനെയുള്ളവരെ സഹായിക്കുകയും അവരെ MLA വരെ ആക്കുകയും ചെയ്യുന്ന ഓപ്പോസിഷൻ ഇന്ത്യ അലയൻസിലുള്ള നേതാക്കന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കരുത്. അവർ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ഒരു രീതിയിൽ രാജ്യദ്രോഹികളാണ്. ഭാരതത്തിൻ്റെ ആർമിയെ അവഹേളിക്കുകയും ഭാരതത്തെ പരസ്യമായിട്ട് അവഹേളിക്കുകയും പുൽവാമ അറ്റാക്ക് നടത്തിയത് നമ്മൾ ആർമിയാണെന്ന് പോലും, നമ്മുടെ ആർമിയുടെ അനാസ്ഥ മൂലമാണെന്ന് പോലും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ഇത്രയും നമുക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന നമ്മുടെ സോൾജേഴ്സിനെ അപമാനിക്കുകയും നമ്മുടെ ആളുകൾ മരിക്കുമ്പോൾ പലസ്തീന് വേണ്ടിയും ബംഗ്ലാദേശികൾക്ക് വേണ്ടിയും, ബംഗ്ലാദേശിൽ തന്നെ നമ്മുടെ ആളുകളെ കത്തിച്ചു കൊല്ലുകയാണ്, അവർക്ക് വേണ്ടി കണ്ണുനീർ ഒഴുക്കുകയും ചെയ്യുന്ന ആ ആളുകളെ നമ്മൾ തിരിച്ചറിയണം. ഈ ഫേക്ക് കറൻസി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നട്ടെല്ല് തകർക്കാനുള്ള ഒരു വ്യവസ്ഥയാണ്. അതൊരു ചെറിയ കാര്യമല്ല. നമ്മളതിനൊരു ചെറിയ കാര്യമായി എടുത്തിട്ട് തള്ളിക്കളയരുത്. ഈ ചിരിക്കുന്ന മുഖവുമായി വന്നിട്ട് നമ്മളെല്ലാവരും മതസൗഹാർദ്ദത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കണം, അതൊക്കെ നല്ല കാര്യമാണ്. അത് BJPയും പറയുന്നുണ്ട്. പ്രധാനമന്ത്രി കണ്ടില്ലേ, ഷെയ്ഖുമാരെ കൂടെ നടക്കുന്നുണ്ട്. അബുദാബിയിലെ നല്ല മുസ്ലിംസ്, സൗദിയിലെ നല്ല മുസ്ലിംസ്. പക്ഷേ ഈ തീവ്രവാദികളെ കൂടെ നമ്മുടെ പ്രധാനമന്ത്രി കാണില്ല. പക്ഷേ ഈ ഓപ്പോസിഷൻ ടീമിലുള്ളവരെ പലരെയും തീവ്രവാദികളായി പിടിക്കപ്പെടുകയും പിടിക്കപ്പെടാൻ സാധ്യതയുള്ളവരും ആയിരിക്കുന്നവരും തീവ്രവാദികളായിട്ട് മരണമടഞ്ഞ ആളുകളുടെ കൂടെയൊക്കെ അവരുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇനി ഈ റിസ്ക് നമ്മുടെ ഭാരതത്തിൽ നമ്മൾ എടുക്കാൻ പാടില്ല. ഇനിയും അവർക്ക് നമ്മൾ അവസരം കൊടുത്താൽ അത് അവരുടെ മിടുക്കല്ല, നമ്മുടെ കുറ്റമാണ്. മനസ്സിലാക്കുക, ഈ ഫേക്ക് കറൻസി മൂലം, ഈ ബ്ലാക്ക് മണി, ടാക്സ് ചെയ്യപ്പെടാത്ത കറൻസി മൂലം നമുക്കുണ്ടായ നഷ്ടം അത് കൂടുതലായിട്ട് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നോട്ട് നിരോധനം. ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നോട്ട് നിരോധനം പ്രധാനമന്ത്രി ഏർപ്പാടാക്കിയത്. നമ്മൾ അദ്ദേഹത്തെ ഒരുപാട് വിമർശിച്ചു അതിനുവേണ്ടി. പക്ഷെ ഇപ്പോൾ അതിൻ്റെ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ആ മനുഷ്യനോടും അവരുടെ കമ്മിറ്റ്മെൻറ്റിനോടും ഒരു ബഹുമാനം തോന്നാനായിട്ടിടയാകും. പുൽവാമയിൽ നമ്മുടെ ആളുകൾ മരിച്ചപ്പോൾ സഹതപിക്കുകയും പാകിസ്ഥാനികൾക്ക് നിങ്ങൾ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ള മെസ്സേജ് കൊടുക്കുകയും മറ്റുള്ള എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളെ സംസാരിച്ച് അവരുമായിട്ട് നല്ല ധാരണ ഉണ്ടാക്കിയ ശേഷം, അമേരിക്കയായിട്ട് വരെ നല്ല ധാരണ ഉണ്ടാക്കിയ ശേഷം ടെററിസ്റ്റ് ഏരിയാസിനെ മാത്രം അടിച്ച് ഒതുക്കുകയും സാധാരണക്കാരെ ഉപദ്രവിക്കാത്ത, പാകിസ്ഥാനിലെ ആണെങ്കിൽ പോലും അവരെ പോലും ഉപദ്രവിക്കാത്ത അങ്ങനെ ഒരു നല്ല മനുഷ്യനെ ആ ദൈവം നമുക്ക് പ്രധാനമന്ത്രിയായിട്ട് തന്നിരിക്കുന്നു. വിമർശിച്ചോ? ബൈബിൾ പിടിച്ച് ദൈവത്തെ വിളിക്കുന്ന ആളുകൾ വിമർശിച്ചോ? കുഴപ്പമില്ല. പക്ഷേ പ്യൂട്ടിൻ ഇവിടെ വന്നപ്പോൾ ഭഗവത്ഗീത അദ്ദേഹത്തിന് കൊടുത്തു, റഷ്യൻ ഭാഷയിലുള്ള. പ്യൂട്ടിൻ്റെ കയ്യിൽ ഒരു സംസ്കൃത ബൈബിള്, പുതിയ നിയമം കൊടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വളരെ എളിമയോടെ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോയി അവിടുത്തെ പള്ളിയിലെ പുരോഹിതനോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് ഒരു ഹിന്ദി വേദപുസ്തകം അവരുടെ അടുത്തുനിന്ന് മേടിക്കുകയും വളരെ ആദരവോടുകൂടി അത് തൻ്റെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്ത മനുഷ്യനാണ് ഈ പ്രധാനമന്ത്രി. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും. പക്ഷെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രധാനമന്ത്രിയുടെ രാജ്യത്തിലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാജ്യത്തിലോ NDAയുടെ രാജ്യത്തിലോ ഒന്നും ഭയക്കാനില്ല. ഈ ഭയം നമ്മുടെ മനസ്സിനകത്ത് പടർത്തിയിട്ട് നമ്മളൊരു ഹൈന്ദവ ഭൂരിപക്ഷ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. അവിടെ നമ്മളെ ഹിന്ദു സഹോദരങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിച്ചിട്ട്
നമ്മളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന, മുതലക്കണ്ണുനീര് കരയുന്ന ആളുകളെ നമ്മൾ സൂക്ഷിക്കണം. അവർ നമ്മുടെ രാഷ്ട്രത്തിന് എതിരാണ്. ഈ ഫേക്ക് കറൻസിയെ പറ്റി ഇവരാരെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഈ ബ്ലാക്ക് മണി സർക്കുലേഷനെ പറ്റി ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവരൊക്കെയല്ലേ അതിനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്നത്. ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യും, ഓപ്പണായിട്ടാണ് തീവ്രവാദികളെ കൂടെ പോയി പടം എടുക്കുകയും ചെയ്യുന്നത്. ഇത്രയും ആളുകളെ കൊന്ന് അവരെപ്പറ്റി എല്ലാ മാധ്യമങ്ങളും, അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ പോലും അവർ തീവ്രവാദിയാണെന്ന് പ്രഖ്യാപിച്ച ആളുകളെ ന്യായീകരിക്കുകയും ചെയ്യാനായിട്ട് നടക്കുന്ന ആ വ്യക്തികൾ നല്ല മനുഷ്യരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൂടെ നിന്നോ. ഇസ്രായേലിൻ്റെ നാഥനാണ് നമ്മുടെ ദൈവമായ യഹോവ. ഇസ്രായേലിനെ എതിർക്കുകയും ഇസ്രായേൽ പൂർണ്ണമായിട്ട് നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഹമാസ്, ഹെസ്ബുള്ള, ഹൂത്തി പോലുള്ള തീവ്രവാദ സംഘടനകളെ ന്യായീകരിക്കുകയും അവർക്ക് വേണ്ടി കരയുകയും ചെയ്യുന്ന, അവരെ സഹായിക്കാനായിട്ട് ഒരുങ്ങുന്ന, അവരെ സഹായിക്കുന്ന ഇറാനെ എല്ലാ സ്ഥലത്തും ഡിഫെൻഡ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെയും എൻ്റെയും സഹോദരങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറുതെ ഒന്നുമല്ല അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അമേരിക്കയുടെ വലിയ ഫാനൊന്നുമല്ല ഇപ്പോൾ, പല കാരണങ്ങൾ കാരണം. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നത്, നിങ്ങളൊരു വിശ്വാസിയാണ്, ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും അകത്ത്, നമ്മൾ ഓരോരുത്തരുടെയും അകത്ത് ഒരു ഇസ്രായേലുണ്ട്, ഒരു യഥാർത്ഥ ഇസ്രായേലുണ്ട്. ആ ഇസ്രായേലിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. യഹൂദ ഗോത്രത്തിലെ സിംഹം, ദാവീദിൻ്റെ വേരുമായവൻ. അബ്രഹാമിൻ്റെ മക്കളായിരിക്കുന്ന ഇസ്രായേലിനെ നശിക്കാനായിട്ട് അവൻ സമ്മതിക്കില്ല. ഇസ്രായേൽ ഒരിക്കലും പറഞ്ഞില്ല മുസ്ലിങ്ങളെ എല്ലാം നശിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ നേരെ തിരിച്ച് ചില മുസ്ലിങ്ങൾ, എല്ലാ മുസ്ലിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, സൗദിയിലെ നല്ല മുസ്ലിങ്ങളുണ്ട്, ഖത്തറിലെ നല്ല മുസ്ലിങ്ങളുണ്ട്, നമ്മുടെ അബുദാബിയിലെ UAE നല്ല മുസ്ലിങ്ങളുണ്ട്. പക്ഷെ ചില മുസ്ലിങ്ങളുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഭൗതിക ഇസ്രായേലിനെ മുഴുവനായിട്ട് നശിപ്പിക്കണം എന്നാണ്. അതിൻ്റെ ആവശ്യം എന്താണ് അവർക്ക്? അവർക്ക് സമാധാനപരമായിട്ട് അവരുടെ സഹോദരങ്ങളല്ലേ, അവരെ കൂടെ ജീവിച്ചാൽ പോരെ? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? ഫ്രീ പലസ്തീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവർ പലസ്തീനിൽ അവരുടെ സ്ഥലങ്ങളെ മാത്രം ഫ്രീ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് ഇസ്രായേലിയർ മുഴുവനായിട്ടും പലസ്തീനിൽ നിന്ന് മാറിയിട്ട് പലസ്തീൻ മുഴുവനും ഒരു ഇസ്ലാമിക രാഷ്ട്രമായി തീരണം എന്നാണ്. അത് എന്തായാലും നടക്കാൻ പോകുന്നില്ല. അതിന് ഇസ്രായേലും കൂട്ടു നിൽക്കാൻ പോകുന്നില്ല. അവരാരെങ്കിലും അവരെ തന്നെ മാറ്റാനായിട്ട് സമ്മതിക്കുമോ? വെസ്റ്റേൺ കൺട്രീസും കൂട്ടു നിൽക്കാൻ പോകുന്നില്ല. ഭാരതം നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോളം കൂട്ടു നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ഓരോ വോട്ട് കൊടുക്കുമ്പോൾ ആരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? അവർ ഇസ്രായേലിന് അനുകൂലമല്ല, അവർ ഭാരതത്തിന് അനുകൂലമല്ല, ദൈവത്തിനും ദൈവരാജ്യത്തിനും അനുകൂലമല്ല. ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷത്തിനകം എത്ര മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും കേസുകളാണ് വർദ്ധിച്ചത് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. നേരെ തിരിച്ച് ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മദ്യമില്ല, മയക്കുമരുന്നുമില്ല. അതാണ് ഒരു നല്ല ഭരണാധികാരി ചെയ്യേണ്ടത്. മദ്യത്തെയും മയക്കുമരുന്നിനെയും ഒഴിവാക്കുന്നതിന് പകരം ആദ്യം അത് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ആളുകൾ നിങ്ങൾ കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി കുറേ പരസ്യങ്ങൾ ഇറക്കുക, അതിനും കുറേ ചിലവ്. ഈ 2 ചിലവും ഒഴിവാക്കരുതോ? മദ്യം എന്തുകൊണ്ട് നിരോധിച്ചുകൂടാ? മദ്യപാനം ശരീരത്തിനും ആത്മാവിനും കുടുംബത്തിനും ഹാനികരമാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ നിരോധിക്കാൻ തയ്യാറുള്ള നരേന്ദ്രമോദിയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? എന്നാൽ നമ്മുടെ കണ്ണ് പിശാച് വന്ന് കുരുടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ FCRA പോയാലോ, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ വലിയ വലിയ വസ്തുക്കളുണ്ട്, നമ്മൾ അത് അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടാലോ എന്നുള്ള ചിന്ത മാത്രമേ നമുക്കുള്ളൂ. നമ്മളെ രാഷ്ട്രം നശിച്ചു പോയാൽ നമുക്കൊരു വിഷമവുമില്ല. നമ്മൾ ഈ രാഷ്ട്രത്തിൻ്റെ സിറ്റിസൺസ് അല്ലേ. നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? ഞങ്ങളുടെ അപ്പന്മാരും ഫ്രീഡമിന് വേണ്ടി
ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രത്തിന് ഇന്ന് ആവശ്യമുള്ള ഫ്രീഡം എന്ന് പറയുന്നത് തീവ്രവാദത്തിൽ നിന്നും, കറപ്ഷനിൽ നിന്നും, ഫേക്ക് കറൻസിയിൽ നിന്നും, മത രാഷ്ട്രീയത്തിൽ നിന്നും, കാസ്റ്റ് ബേസിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിന്നുമുള്ള ഫ്രീഡമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ മതത്തിനും കാസ്റ്റിനും ഒക്കെ അപ്പുറത്തായിട്ട് ചിന്തിക്കാനും, നമ്മൾ ആരാണ്, നമ്മൾ എന്തിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു പ്രാഗൽഭ്യം ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തെരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ചെറിയ ചെറിയ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, ഭാവി തലമുറകളെ മദ്യത്തിനും മയക്കുമരുന്നിനും സ്മോക്കിങ്ങിനും അടിമയാക്കാൻ വരെ നമ്മൾ തയ്യാറാണ്. എനിക്ക് സുവിശേഷം പറയാനായിട്ട് സാധിക്കുമോ? നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് ആ കുടുംബത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും വിശ്വാസികളല്ല. അവരുടെ ചില രീതിയിലുള്ള എതിർപ്പുകൾ എപ്പോഴും ഉണ്ടാവും എനിക്ക്. അങ്ങനെയുള്ള എനിക്ക് പോലും എൻ്റെ രാഷ്ട്രത്തിൻ്റെ കാര്യം വരുമ്പോൾ സുവിശേഷം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഞാൻ വിശ്വാസി പോലും നിൽക്കേണ്ട കാര്യമില്ല, ഇത്രയും സഹിച്ചിട്ട്. എന്നാൽ രാഷ്ട്രത്തിൻ്റെ കാര്യം വരുമ്പോൾ, ഇസ്രായേലിൻ്റെ കാര്യം വരുമ്പോൾ, മദ്യം, മയക്കുമരുന്ന്, സ്മോക്കിംഗ് ഇതിൻ്റെ കാര്യം വരുമ്പോൾ, കറപ്ഷൻ, ടെററിസം ഇതിൻ്റെ കാര്യം വരുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരൊറ്റ ആശയം മാത്രമാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എതിർക്കുന്ന NDA, നരേന്ദ്ര ദാമോദർ ദാസ് ആത്മനിർഭർ മോദിജിയുടെ പാർട്ടിയെ തന്നെ ഞാൻ ജയിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങളൊരു വിശ്വാസിയാണ്, യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഇപ്രാവശ്യം വോട്ട് ചെയ്യുമ്പോൾ അത് നമ്മളെ ആൾക്കാരാണ്, ഇത് അവരുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് ജാതിയും മതവും ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കുന്നവരുടെ കയ്യിലേക്ക് നമ്മുടെ സംസ്ഥാനം വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കരുത്. നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കുന്ന, അതിൻ്റെ നട്ടിലൊടിക്കുന്ന കാര്യങ്ങളാണ് ഈ കറപ്ഷൻ എന്ന് പറയുന്നത്, ഈ തീവ്രവാദം എന്ന് പറയുന്നത്, ഈ ഫേക്ക് കറൻസി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾക്കൊക്കെ വഴിയൊരുക്കി കൊടുക്കുന്നവർക്ക് വോട്ട് കൊടുക്കുന്നതിന് പകരം ഇതിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കും എന്ന് പറയുകയും, ഒരു പാവപ്പെട്ട മനുഷ്യനാണ് നരേന്ദ്രമോദി. ഞാൻ എന്താ അങ്ങനെ പറയാനുള്ള കാരണം, 5000-ൽ പരം കോടി രൂപയുടെ ഭൂമി അനധികൃതമായിട്ട് പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു കേസ് നമ്മുടെ ഗാന്ധി പരിവാറിന് മുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 5 കോടി പോലും തികച്ചു പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ പേരിലില്ല. എത്ര കൊല്ലമാണ് ആ മനുഷ്യൻ ശുശ്രൂഷ ചെയ്തത്? ഭാരതത്തിൻ്റെ ശുശ്രൂഷ. 15 കൊല്ലം ഗുജറാത്തിൻ്റെ CM, ഇപ്പോൾ ഓൾമോസ്റ്റ് 15 കൊല്ലം ഭാരതത്തിൻ്റെ PM. 30 കൊല്ലത്തോളം ഒരു മനുഷ്യൻ ഏറ്റവും ഹയസ്റ്റ് ഓഫീസിൽ നിന്നിട്ടും അയാളിൽ ഒരു കറപ്ഷൻ കാണിക്കാൻ ഗാന്ധി പരിവാറിനോ, കേജ്രിവാൾ പരിവാറിനോ, ശരത് പരിവാറിനോ കഴിയുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? അതുപോലെയാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യാം. നമ്മുടെ മനസ്സിലുള്ള കയ്പ്, വിദ്വേഷം, പക, പിണക്കം ഇതൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ. ഹിന്ദുക്കളല്ല നമ്മുടെ ശത്രുക്കൾ, കേട്ടോ. അവരുടെ വിഗ്രഹങ്ങളും അല്ല നിങ്ങളുടെ ശത്രുക്കൾ. കയ്പ്, വിദ്വേഷം, പക, പിണക്കം, ജാരശങ്ക ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആത്മാവിൻ്റെ ഫലം എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, മീക്ക്നെസ്, ഗുഡ്നെസ്, ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി മുസ്ലിങ്ങളായിട്ടുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ജിഹാദ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജിഹാദിനെ പറ്റി ഒരു ക്ലാസ് ഞാൻ ഈ വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു 5 ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. യഥാർത്ഥ ജിഹാദ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊല്ലുന്നതല്ല സഹോദര. യഥാർത്ഥ ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തുള്ള മലിനതകളെ ഓരോന്നായി കൊല്ലുന്നതാണ്. ദൈവത്തോട്, ആ ഏക ദൈവത്തോട് അടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെ മലിനത നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടോ അത് ഓരോന്നും എടുത്ത് പതുക്കെ ആകട്ടെ അതിനെ കളയാനുള്ള മനസ്സും അതിനെ കളയുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന കാര്യമായിരിക്കണം ജിഹാദ്. അല്ലാതെ ജിഹാദ് എന്ന് പറഞ്ഞാൽ പാൻ്റ് അഴിച്ച്, വസ്ത്രം അഴിച്ച് അവിടെ നോക്കി ഇവിടെ നോക്കി വെടിവെക്കുന്നതല്ല. അതൊക്കെ അതിൻ്റെ ഒരു മിസ് ഇൻ്റർപ്രിട്ടേഷനാണ്, വളരെ വൾഗറായിട്ടുള്ള, മോശമായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ഭാരതത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും യഥാർത്ഥ ശത്രുക്കളായിരിക്കുന്ന തീവ്രവാദികളെ തിരിച്ചറിയുക. ഈ തീവ്രവാദികൾ മരിക്കുമ്പോൾ വിഷമം തോന്നുന്നവരെ തിരിച്ചറിയുക. ഈ തീവ്രവാദികളെ
പുറകിൽ നിന്നും മുന്നിൽ നിന്നും സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടി റാലി ഇറക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിയുക. അഴിമതിക്കാരോടൊപ്പം നിന്ന് ഇലക്ഷൻ മത്സരിച്ച് വമ്പൻ തോൽവികൾ സമ്പാദിച്ചു വെക്കുന്നവരെ തിരിച്ചറിയുക. ലാലു പ്രസാദ് എന്ന് പറഞ്ഞാൽ ഫോർഡർ സ്കാമിനകത്ത് 15-20ഓളം കൊല്ലം അതിൻ്റെ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കൂടെ ഇപ്പോഴും നിന്നിട്ട് ഗാന്ധി പരിവാർ എന്ത് ചെയ്യാണ്? ഇലക്ഷൻ മത്സരിക്കുകയാണ്. അവർക്ക് കുറച്ചൊക്കെ ഒരു സാമാന്യ ഒരു ഇത് വേണ്ടേ? അവർക്ക് കറപ്ഷൻ ഇല്ല, ഓക്കെ. എന്നാൽ ഈ പറയുന്ന കറപ്ഷൻ ആയിരിക്കുന്ന ആൾക്കാർക്കിടെ കൂടെ എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത്? ആ ഇമേജ് അല്ലേ നിങ്ങൾക്കും കിട്ടുക? അവരുടെ കറപ്ഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹെറാൾഡ്, എനിക്കറിഞ്ഞൂടാ അതിൻ്റെ യാഥാർത്ഥ്യം. ഞാൻ അവരെ പറ്റി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രിയുടെ മക്കളും നമ്മുടെ രാജ്യത്തിനു വേണ്ടി മരിച്ച ഇന്ദിരാഗാന്ധിജി ആണെങ്കിലും രാജീവ് ഗാന്ധിജി ആണെങ്കിലും അവരുടെയൊക്കെ മക്കളാണ്. പക്ഷെ അവരും ചിന്തിക്കണം, ആരെയാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്? ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ആരാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്നേഹിതൻ? ഇന്ദിരാഗാന്ധി അടക്കമുള്ള ഒരു ടെററിസ്റ്റിനെ ട്രേസ് ചെയ്ത് പോയത് പാകിസ്ഥാനിലേക്കാണ്. ഇപ്പോൾ ആ പാകിസ്ഥാനാണ് ഇവർക്ക് നല്ലതായിട്ട് തോന്നുന്നത്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു കളിതമാശയായിട്ട് എടുക്കേണ്ട മക്കളെ. നമ്മുടെ ഭാവി തലമുറകളെ ഇത് ബാധിക്കും. കാരണം ടെററിസം അതിനോട് ചേർന്ന് വരുന്ന കാര്യമാണ് കറപ്ഷനിൽ കൂടെ മാത്രമേ ഈ ടെററിസത്തിന് സപ്പോർട്ട് കിട്ടുള്ളൂ. കറപ്ഷൻ അതിനോട് ചേർന്ന് വരുന്ന കാര്യമാണ് ഈ മദ്യപാനം, പുകവലി, ഡ്രഗ്സ്. ആ ദുരന്തർ എന്ന് പറഞ്ഞ മൂവി കാണാൻ കഴിയുമെങ്കിൽ എന്തെങ്കിലും കാണണം. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എപ്പോഴെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. കാരണം എങ്ങനെയാണ് ഈ ടെററിസത്തിന് വേണ്ടിയും കറപ്ഷന് വേണ്ടിയും ഒരു രാജ്യത്തെ തകർക്കേണ്ടതിന് വേണ്ടി മദ്യം, മയക്കുമരുന്ന് ചെറിയൊരു വിലയ്ക്ക് നമ്മളെ നാട്ടിലേക്ക് കടത്തി വിട്ടിട്ട് പഞ്ചാബിലൊക്കെ അറിയാലോ എന്താ സ്ഥിതി എന്ന്. മയക്കുമരുന്ന് അടിമയാണ് മുഴുവൻ. ഇപ്പോൾ കേരളത്തിലെയും കാശ്മീരിലെയും ജനങ്ങളെ മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ എല്ലാവരും ഉണ്ട്. അവരുടെ ജീവിതങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജീവിതങ്ങൾ നമ്മുടെ ഭാവിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പാണ്, അതിൻ്റെ അടിത്തറയാണ്, അതിൻ്റെ അടിസ്ഥാനമാണ്. അവരുടെ ജീവിതമാണ് നശിപ്പിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ജാതി നോക്കി മതം നോക്കി കാൻഡിഡേറ്റിനെ നിർത്തുക. എടോ, ജാതി നോക്കി മതം നോക്കി നീ കാൻഡിഡേറ്റിനെ നിർത്തുകയാണെങ്കിൽ നീ എവിടുത്തെ സെക്യുലറാണ്? എന്താണ് സെക്യുലർ എന്ന് പറഞ്ഞാൽ? ജാതി വ്യവസ്ഥ നമ്മുടെ ഭരണഘടന കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയ സാധനമാണ്. ജാതി നമ്മൾ മെൻഷൻ ചെയ്യാനേ പാടില്ല. ജാതി വ്യവസ്ഥ തന്നെ ഭരണഘടന മുഴുവനായിട്ട് നശിപ്പിച്ച, അല്ലെങ്കിൽ അതിനെ അടക്കിയ കാര്യമാണ്. അതിനി വരരുത്. എന്നാൽ അവരോട് ചോദിച്ചു നോക്കിയേ, നമ്മുടെ ഭാരതത്തിൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണ്? ഉടനെ പറയും ജാതി സെൻസസ് എടുക്കണം. എന്തിനാണോ ഈ ജാതി സെൻസസ്? ജാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വിതരണം ചെയ്തോ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞുതരാം. അവരെന്തിനാണ് ഈ ജാതി സെൻസസ് എടുപ്പിക്കുന്നതെന്ന് അറിയോ? ഓരോ സ്ഥലത്തും ഏത് ജാതിയാണ് കൂടുതലെന്ന് അറിഞ്ഞിട്ട് ആ ജാതിയിൽ നിന്നുള്ള ഒരു വ്യക്തിയെ എടുത്തിട്ട് അവരുടെ സ്ഥാനാർത്ഥിയായി നിർത്താൻ വേണ്ടിയാണ്. എന്നാലേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. LDF ആയാലും UDF ആയാലും KDF ആയാലും. മനസ്സിലായോ? അതേസമയം വികസനം ആഗ്രഹിക്കുന്ന, ഒരു ഭാരതീയത ആഗ്രഹിക്കുന്ന, ഭാരതീയനായിരിക്കുന്ന മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും അവർക്ക് ഈ ജാതി ഒന്നും അറിയേണ്ട കാര്യമില്ല. NDA, നരേന്ദ്ര ദാമോദർ ദാസ്, ആത്മനിർഭർ മോദിജി, അവർ പോയി വോട്ട് ചെയ്യും. അതുകൊണ്ടാണ് BJPക്കാണ് വാസ്തവത്തിൽ ജാതി സെൻസസ് കൊണ്ടുവന്നാൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാവുക. കാരണം ജാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ഹിന്ദുയിസത്തിനകത്താണല്ലോ നടക്കുന്നത്. പക്ഷേ BJP അതിനു വേണ്ടി വാദിക്കുന്നില്ല. വാദിക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കുക. ഈ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട റിസർവേഷനും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത് ഏറ്റവും ചെറിയ ന്യൂനപക്ഷമായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കാണ്. ക്രിസ്ത്യാനികൾക്ക് ഒരു റിസർവേഷനും ഇല്ല എവിടെയും. ഇപ്പോൾ SC/ST ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വന്നാൽ SCക്ക് കിട്ടും, പക്ഷേ STക്ക് കിട്ടൂല. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മളപ്പോൾ ചിന്തിക്കുന്നത് അത് ഹിന്ദുക്കൾ ചെയ്താണ്, സുപ്രീം കോർട്ട് ഹിന്ദുക്കളാണ് ചെയ്തത്. ആയിക്കോട്ടെ, എന്താണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം മുസ്ലിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ റിസർവേഷൻ. എങ്ങനെ കിട്ടുന്നുണ്ട്?
ബാക്ക്വേർഡ് ക്ലാസ് റിസർവേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നുണ്ടോ? എന്താ കിട്ടാത്തത്? അത് കൂടുതൽ കോൺഗ്രസ്സുകാരെ തിരഞ്ഞെടുത്തിട്ട് അയക്കാത്തതുകൊണ്ടാണോ? ഇവിടുന്ന് എത്ര മന്ത്രിമാർ പോയിട്ടുണ്ട്, എന്നിട്ട് ചെയ്യാൻ പറ്റിയോ? അതിൻ്റെ ആവശ്യം നമുക്കില്ല. അതാണ് സത്യം. കുട്ടികൾ പഠിക്കാൻ മിടുക്കരാണ്, കഴിവുള്ളവരാണ്. യഹോവയിലും ദൈവത്തിലാണ് അവർ ആശ്രയിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുമ്പോൾ ദൈവം അവർ ഉയർത്തും. പക്ഷേ നമുക്കും നമ്മളെ കുട്ടികൾക്കും അർഹിക്കപ്പെട്ടിരിക്കുന്ന സീറ്റുകളിൽ മതത്തിൻ്റെയും ജാതിയുടെയും പേരും പറഞ്ഞ് ഒരേ കുടുംബത്തിലെ ആളുകൾ വീണ്ടും 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 കയറി വരികയാണ്. ഈ ജാതീയ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയിലുള്ള വ്യക്തികൾക്ക്, ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിക്ക് ഒറ്റ പ്രാവശ്യം കിട്ടാൻ പാടുള്ളൂ. പിന്നെ അടുത്ത കുടുംബത്തിനാണ് അതിന് ബെനിഫിറ്റ് കിട്ടേണ്ടത്. പക്ഷെ ഒരേ കുടുംബത്തിലുള്ള തലമുറകളായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബെനിഫിറ്റ്. അതുകൊണ്ടാണ് ഈ റിസർവേഷൻ തീർക്കാൻ പറ്റാത്തത്. കാരണം ഇതുവരെയും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാത്ത ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? ഒരേ കുടുംബത്തിലുള്ളവർക്ക് വീണ്ടും വീണ്ടും ആ റിസർവേഷൻ കൊടുക്കുന്നതുകൊണ്ടാണ്. ആ റിസർവേഷൻ ഒരു കുടുംബത്തിൽ ഒരൊറ്റ വ്യക്തിക്ക് മാത്രം ഒറ്റ പ്രാവശ്യം കിട്ടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ന്യൂനപക്ഷത്തിൽ, ആ OBCയിൽ ഉള്ള മറ്റു കുടുംബങ്ങൾക്ക് അത് കിട്ടണം, ആ സംവരണം. എന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ നോക്കുന്നതിന് പകരം നമ്മളെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ജാതി സെൻസസ് എടുക്കാത്തതാണ്. ജാതി സെൻസസ് എടുത്താൽ എന്ത് സംഭവിക്കും എന്ന് പറയും? എന്ത് സംഭവിക്കും? ഒരു കുന്തവും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് സത്യം. തീവ്രവാദം പ്രശ്നമല്ല, കറപ്ഷൻ പ്രശ്നമല്ല, സ്മോക്കിംഗ്, ഡ്രഗ്സ്, ആൽക്കഹോൾ പ്രശ്നമല്ല. എന്താ പ്രശ്നം? ജാതി സെൻസസ് എടുക്കാത്ത പ്രശ്നം. ജാതി സെൻസസ് ഇപ്പോൾ BJP എടുക്കുമല്ലോ, അതിപ്പോൾ വലിയ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടും? പ്രത്യേകിച്ച് ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല മക്കളെ. ഉള്ള ലാഭങ്ങളും കൂടെ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും. കുറച്ച് മുസ്ലിങ്ങൾക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ അവർ കൂടുതലായിട്ട് കൊടുത്തെന്ന് വരും. പക്ഷെ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്കുള്ള ലാഭം കൂടെ ഇല്ലാതാവും. മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും ലംസമായിട്ടുള്ള വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു തേർഡ് റേറ്റ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ്. ഈ കോഴിക്കോടിൻ്റെ തന്നെ അവസ്ഥ ഞാൻ പറയാം. ഈ കോഴിക്കോട് മൊത്തത്തിൽ 56% ഹിന്ദുക്കളും 39% മുസ്ലിങ്ങളും, ഒരു 10-15% ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും ഒക്കെയാണ്. അപ്പോൾ UDF നിർത്തിയ ഒരു കാൻഡിഡേറ്റ്, അതൊരു മുസ്ലിം. LDF ഇനി ഒരു മുസ്ലിമിനെ നിർത്തിയില്ലെങ്കിൽ അവർ പൊട്ടും നിശ്ചയം. കാരണം എന്താ? മുസ്ലിംസിൻ്റെ 39% വോട്ടും ആ മുസ്ലിമിന് പോകും എന്ന ധാരണയാണ് UDFനും LDFനും രണ്ടിനും ഉള്ളത്. എങ്ങനെയാണ് ആ ധാരണ വന്നത്? ഈ ന്യൂനപക്ഷങ്ങൾ അങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്നവർക്കറിയാം. അതവരുടെ സ്റ്റഡീസിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നല്ല പ്രവണതയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ UDFും LDFും രണ്ടുപേരും ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെയാണ് നിർത്തിയിരിക്കുക. ആ മുസ്ലിം കാൻഡിഡേറ്റിനെ അവർ രണ്ടുപേരും നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? ജയിച്ചു വരുന്നവൻ എന്തായാലും ആരായിരിക്കും? മുസ്ലിം ആയിരിക്കും. അപ്പോൾ 56% ഹിന്ദുക്കളുടെ വോയിസിന് ഒരു പ്രാധാന്യമില്ല, 15% മറ്റ് മതക്കാരുടെ വോയിസിന് ഒരു പ്രാധാന്യമില്ല. എന്ന് വെച്ചാൽ 70% അല്ലെങ്കിൽ 61% ആളുകളുടെ വോയിസിന് ഒരു പ്രാധാന്യതയില്ല. അതൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും വോട്ട് കൊടുത്തിട്ട് LDF, UDF, BJP ഇങ്ങനെ പല സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയി. ആകെ പ്രാധാന്യമുള്ളത് 39% വരുന്ന, ഇപ്പോഴും അവർ 50%-ന് താഴെയാണ്, ഓർക്കണേ, മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. ഇങ്ങനെയാണ് എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങൾ അവരുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നത്. അവർ പറഞ്ഞ മാതിരി പിന്നെ അവരുടെ ആളാണ് ഇവിടുത്തെ ലീഡർ. ഒന്നാമത് ആ ലീഡർ അവരുടെ ആളാണ്, അവർ ന്യൂനപക്ഷമാണ്. അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ പരിഗണന അവർക്ക് കിട്ടണം. നേതാവ്, പൊളിറ്റീഷ്യൻ, രാജാവ് അവരുടെ ആളാണെങ്കിൽ അയാൾ എന്തായാലും അയാളുടെ ആൾക്കാരിലെ പരിഗണിക്കുള്ളൂ. ആ പരിഗണന അവർക്ക് കിട്ടണം. അങ്ങനെ രണ്ട് രീതിയിലുള്ള പരിഗണന മേടിച്ച് ഉളുപ്പില്ലാതെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഒരു മതത്തിൻ്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ കാര്യം മുസ്ലിങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ ഹിന്ദുക്കൾ ഭാരതത്തിൽ ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ 56% ആളുകൾ എല്ലാവരും തീരുമാനിക്കുക, ഞങ്ങൾ ഹിന്ദു കാൻഡിഡേറ്റിനെ വോട്ട് ചെയ്യുള്ളൂ. ഒരൊറ്റ തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം അവരെടുത്താൽ പിന്നെ മുസ്ലിം എത്ര കാൻഡിഡേറ്റിനെ അവർ നിർത്തിയാലും ജയിക്കുമോ? അങ്ങനെ നടക്കാത്തത് കൊണ്ടല്ലേ
അങ്ങനെ ചെയ്യുന്നത്? ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതൊക്കെ വെറും നമ്മുടെ BJPക്കാരുടെ പ്രഭാഷണമാണ്, പ്രൊപ്പഗാൻഡയാണെന്നാണ് ഇത്രയും കാലം വിചാരിച്ചത്. പക്ഷേ കോഴിക്കോട് ഇത് സംഭവിക്കും, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ സംഭവിക്കുമ്പോൾ ഇതൊരു പ്രൊപ്പഗാൻഡയല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മളൊരു സ്നേഹിതനാണ് കാൻഡിഡേറ്റ്. ആ സ്നേഹിതന് ജയിക്കണം എന്നുണ്ടെങ്കിൽ 2 മുസ്ലിങ്ങൾക്കെതിരെ ജയിക്കണം. അവനൊരു ഹിന്ദുവാണ്. ഈ ഹിന്ദുക്കളെല്ലാവരും കൂടെ വന്നിട്ട് അവന് വോട്ട് കുത്തുവോ? അതിനുള്ള ചുണക്കുട്ടികൾ ഇവിടെ ഉണ്ടോ? അതിനുള്ള ധൈര്യമുള്ള ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടോ? അതോ ടിപ്പു സുൽത്താൻ്റെ ഗുലാമാണോ ഇവിടുത്തെ ഹിന്ദു ഇപ്പോഴും? ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ കൂടെ ഞാൻ നിൽക്കാൻ തയ്യാറാണ്. അവരൊക്കെ ഇറാൻ്റെ കൂടെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല. അതേപോലെ ഞാൻ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു 10% വരുന്ന ക്രിസ്ത്യൻസ് തയ്യാറാണോ? ഞാൻ ടി റനീഷിന് വേണ്ടി വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ പറയും നിങ്ങൾ മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ വിഭാഗിക്കുകയാണ്. അപ്പം നേരത്തെ നിങ്ങളെല്ലാവരും കൂടെ ചെയ്തത് മതത്തിൻ്റെ പേരിലുള്ള വിഭാഗനയല്ലായിരുന്നു, വിഭജനമല്ലായിരുന്നു? അതുകൊണ്ടല്ല LDFനും UDFനും 2 കൂട്ടർക്കും മുസ്ലിം കാൻഡിഡേറ്റ്. കാരണം എന്താണ്? അവർക്കറിയാം മുസ്ലിംസ് എല്ലാവരും മുസ്ലിമിനെ വോട്ട് ചെയ്യുള്ളൂ. ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത്. ഭൂരിപക്ഷം അല്ല കേട്ടോ, ഇപ്പോഴും അവർ ഭൂരിപക്ഷമായിട്ടില്ല. കോഴിക്കോട് മൊത്തം, കോഴിക്കോട് സൗത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ ചിലപ്പോൾ അവർ കൂടുതലായിരിക്കും. പക്ഷേ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഭാരതീയ മുസ്ലിം, ഒരു ഭാരതീയ ഹിന്ദു, ഒരു ഭാരതീയ നിലവാരത്തിൽ ചിന്തിക്കുന്ന ക്രിസ്ത്യാനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ കാൻഡിഡേറ്റിനെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ അവൻ്റെ ജാതിയോ അവൻ്റെ മതമോ അവൻ്റെ നിറമോ നോക്കിയല്ല ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഹിന്ദു മാത്രമല്ല ഇത് തീരുമാനിക്കേണ്ടത്, മുസ്ലിമും ക്രിസ്ത്യാനിയും ഇത് തീരുമാനിക്കണം. എന്നാൽ മാത്രമേ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അവസാനം ഉണ്ടാവുള്ളൂ. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തുന്നത് ആരാണ്? ഇന്ത്യ അലയൻസിലെ ആൾ. കാരണം BJPക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇന്ത്യ അലയൻസിലെ 2 കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, UDFും LDFും. നിലനിൽപ്പിന് വേണ്ടിയാന്ന് പോലും. നിലനിൽപ്പിന് വേണ്ടി വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ വയ്യ, കറപ്ഷൻ ഇല്ലാതാക്കാന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ വയ്യ, ടെററിസത്തിന് ഞങ്ങൾ എതിരാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ വയ്യ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, ഇതിൽ നിന്നെല്ലാം നിങ്ങളുടെ സമൂഹത്തെ വിമുക്തമാക്കാം, നമുക്കിവിടെ മോഡേൺ ഫെസിലിറ്റീസ് കൊണ്ടുവരാം, ഇവിടെ നല്ല നല്ല റോഡുകളും നല്ല ഗുണനിലവാരമുള്ള ട്രെയിനുകളും കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ അവർക്ക് കഴിവില്ല. അല്ല, സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്കൊക്കെ ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ ഏർപ്പാടാക്കി തരാം എന്നും പറഞ്ഞാൽ വോട്ട് പിടിക്കാൻ അവർ തയ്യാറല്ല. BJP ജയിക്കുന്നു. അതിനുവേണ്ടി അവരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട്, ഇനി എത്ര ഒറ്റക്കെട്ടായാലും ഈ തീവ്രവാദത്തെയും കറപ്ഷനെയും പിന്തുണയ്ക്കുന്ന നിങ്ങളെ ഭാരതത്തിൻ്റെ ജനത മൊത്തമായിട്ട് പിന്തുണയ്ക്കാൻ പോകുന്നില്ല. പക്ഷെ മലയാളികൾ ഒരുപക്ഷെ പിന്തുണച്ചെന്ന് വരും, കുറച്ചും കൂടെ. എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മനസ്സ് എന്നും പറയുന്നത് എന്തെങ്കിലും മലയാളത്തിലുള്ള എഴുത്തച്ഛനാണല്ലോ അല്ലേ മലയാളത്തിൻ്റെ ആദ്യത്തെ കവി. അവരെഴുന്നേക്കും. മര്യാദ എന്താണ്, മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയുള്ളവനാണ് എന്ന് തിരിച്ചറിയുന്നവർ എഴുന്നേക്കും. ആധ്യാത്മ രാമായണം തർജ്ജമ ചെയ്ത എഴുത്തച്ഛൻ്റെ ആളുകൾ എന്നെങ്കിലും അവരുടെ ഹൃദയത്തിൽ, നമ്മൾ ഒരാളുടെ ജാതിയോ മതമോ വർഗമോ നോക്കിയിട്ടല്ല വോട്ട് ചെയ്യേണ്ടത്, ഒരു വർഗത്തെ രക്ഷിക്കാൻ വേണ്ടിയുമല്ല വോട്ട് ചെയ്യേണ്ടത്, നമ്മുടെ നാടിൻ്റെ വികസനത്തിനും നമ്മുടെ നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അതിനെ വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വരും. അതിൽ മുസ്ലിങ്ങൾ കാണും, ക്രിസ്ത്യാനികൾ കാണും, ഹിന്ദുക്കൾ കാണും. അങ്ങനെ ഒരു കാലത്തിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭാരത് മാതാ കി ജയ്. ജയ് ഹിന്ദ്.